റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, ലൈക്ക് മോചനദ്രവ്യോ റെഡ് മണി കൊടുത്ത് പുറത്തിറങ്ങിയ ഒരു പുള്ളി അബ്ദുൾ റഹീം. അപ്പോ ഈ പുള്ളി വന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയണേ, എനിക്ക് എത്തിമായ ഒരു പെൺകുട്ടീനെ കെട്ടണം. എന്തിനാ മോനെ, എന്തിനാ? ഞാൻ കേട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും എന്റെ മോനൊരു കല്യാണം കഴിക്കണം. നല്ല കാര്യമാണ്, കല്യാണമൊക്കെ കഴിച്ചോ ജീവിച്ചോ, ആരും വേണമെന്നും പറയുന്നു. പുള്ളിയാണോ അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ ഇൻസ്റ്റയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുക, ഇത്രയും അതായത് ആളും കുടുംബവും എല്ലാം നോക്കി കല്യാണം കഴിക്കുന്ന നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒന്നും ഇല്ലാത്ത ഒരാൾ എന്തിനാ ഇവരുടെ ക്രൂരതയും ഇവരുടെ പീഡനവും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കാനാണോ? അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത്. ഇങ്ങനെയുള്ള അതായത് നമ്മൾ ഒരു കുഞ്ഞിനെ ദത്ത് കൊടുക്കുമ്പോൾ അപ്പുറത്തുള്ളവന്റെ സ്വത്തവകാശങ്ങൾ നോക്കുന്ന പോലെ തന്നെ അതേപോലെ അനാഥയായിട്ടുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഈ അനാഥാലയങ്ങളും അയാൾക്ക് എത്ര സ്വത്തുണ്ട്, ഈ കുട്ടിക്ക് എന്ത് കിട്ടും, ഈ കുട്ടിക്ക് സേഫ് ആവോ എന്നുള്ള കാര്യം കൂടെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാവുന്ന ഒരുപാട് മരണങ്ങൾ ഈ സ്ത്രീധനത്തിന്റെ പേരിലും അതല്ലാതെ പുരുഷ പീഡനത്തിന്റെയും അമ്മായിമ്മ പീഡനത്തിന്റെയൊക്കെ കാരണം ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തും പോവും. അപ്പൊ സ്ത്രീകൾ ആ സ്വത്തിന്റെ പേരിലെങ്കിലും സ്ത്രീകളെ മര്യാദയ്ക്ക് ഇരുത്തും. ഇതൊന്നുമില്ല. അപ്പൊ ഒരു അനാഥയായ പെൺകുട്ടിനെ വിവാഹം കഴിക്കൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു 10 പവൻ സ്വർണ്ണവും അനാഥാലയത്തിൽ നിന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. എവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ഇതൊക്കെ ആസ് യൂഷ്വൽ അങ്ങനെ അങ്ങ് വിൽക്കും, അതങ്ങ് ഇല്ലാണ്ടാക്കും. എന്നിട്ട് ഇതിനെ ഇട്ട് ഉപദ്രവിക്കാനും തൊഴിക്കാനും ഇല്ല. ചോദിക്കില്ല. ആരാ വരിക? കുട്ടി ആരോടെ പോയി പരാതി അവര് പരാതി പറയാനല്ലേ, പരാതി പറയാതെ നമുക്ക് അറിയില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞാലേ എനിക്ക് പറയുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു മരണം സംഭവിക്കും, ചിലപ്പോൾ ആത്മഹത്യ നമ്മൾ കേൾക്കാം. ആത്മഹത്യ കൊലപാതകം കേൾക്കുമ്പോ അപ്പൊ കുറച്ച് ആളുകൾ വരും. എവിടെ ഫെമിനിസ്റ്റുകൾ? എവിടെ ഫെമിനിസ്റ്റുകൾക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ. പോലീസൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ഞാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ എനിക്ക് എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇറങ്ങും. ഇപ്പൊ ഞാൻ ഇപ്പൊ തനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. അപ്പോ തന്റെ ഭാഗത്ത് ന്യായം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് എനിക്ക് തനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പറ്റും. അത് മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളുടെ കേസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പൊ ഷെയർ ചെയ്യാതെ നമുക്ക് ആരുടെ പക്ഷവും പിടിച്ച് സംസാരിക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലത്തില് രണ്ട് വാദി പ്രതിയാകും പ്രതിവാദിയാകുന്ന കാലഘട്ടത്തില. അപ്പോ ഇതൊക്കെ ഇങ്ങനെയൊരു കേസ് ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ വരാറുണ്ട്. എവിടെ ഫെമിനിസ്റ്റുകൾ? എവിടെ വനിതാ കമ്മീഷൻ? എവിടെ വനിതാ കമ്മീഷൻ? അങ്ങനെ സ്വമേധയാ കേസെടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഇതായിരിക്കണം. അതിനെ പരാതിയോ എന്തെങ്കിലും അറിയണം. ഇപ്പൊ ഇത് പരാതിയായിട്ട് പോലും ഒരു പള്ളി കമ്മിറ്റിക്ക് പോലും ഒരു പരാതി കൊടുക്കാത്ത ആളുകളാണ് ഈ ഫെമിനിസ്റ്റുകൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ശരിയാണ്, അതൊരു പരിധി ശരിയാണ്. കേസൊന്നും കൊടുക്കാത്ത ആളുകളുണ്ട്. കാരണം കൊടുത്തിട്ടും വലിയ കാര്യം ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അവരോടൊന്നും പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെയാണ് ചിലപ്പോ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കുട്ടി മരിക്കുന്നതിന് ഇപ്പൊ അനാഥ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കട്ടെ. ഇപ്പൊ അച്ഛനും അമ്മയുള്ള കുട്ടികൾ തന്നെ ഇപ്പൊ അവിടെ ഭർത്താവിന്റെ വീട്ടിലെ പീഡനം ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞതിന് അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്നത് കടിച്ചു തൂങ്ങി നിൽക്ക് എന്നുള്ളതായിരിക്കും. അതിലൊരു 10% മാത്രമേ ഇങ്ങോട്ട് പോന്നോ എന്നുള്ള രീതിയിൽ പറയത്തുള്ളൂ. ഇങ്ങ് പോന്നോ, പറ്റില്ലെങ്കിൽ പോന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ വരാം കൊണ്ടുപോകാമെന്ന് പറയുന്നുള്ളൂ. പക്ഷെ 90% ആളുകളും കുടുംബത്തിന്റെ പാരമ്പര്യം, നാട്ടുകാരെന്ത് പറയും, ആ നാട്ടുകാരെന്ത് പറയുന്നു വിചാരിച്ച് വെള്ളത്തുണിയിൽ പൊതിനോട് വരുമ്പോ ഈ നാട്ടുകാരും ഉണ്ടാവില്ല, വീട്ടുകാരും ഉണ്ടാവില്ല. ഇവര് അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഈ നഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു കാര്യം. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ പകുതി ഈ എന്താ പറയാ, ഒരു 5 ദിവസം പോലും ഫുഡ് കഴിക്കാത്ത ഒരു കുട്ടി മരിച്ച ആത്മഹത്യ എല്ലാം മരിച്ചതാണ്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് 5 മാസത്തിൽ കൂടുതലായി ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട്, അതായത് വാരിയെല്ലും ആമാശയൊക്കെ ഒട്ടിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സംഭവങ്ങളൊന്നും അവരത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഏറെക്കുറെ എല്ലാ മരണങ്ങളും ഒരു പരിധി വരെ അവരുടെ വീട്ടുകാര് തള്ളിവിടുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജില് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. സൂസൈഡ് ചെയ്യാനായിട്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. നമുക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തായിരുന്നു അപ്രോച്ച്? അത് ഡിവോഴ്സ്ഡ് ആവാൻ അവരെ സമ്മതിക്കില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരന്റ്സ് പറഞ്ഞായിരുന്നു എന്റെ അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഞാൻ വീട്ടിൽ തമിഴാണല്ലേ, ഇങ്കതാ ഇരുപ്പേ ആര് പറ്റേ ഞാൻ പറഞ്ഞ പ്രസവിക്കാൻ. ഞാൻ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്ത്. അതില് കുഞ്ഞുണ്ടായിരുന്നോ?
ആർക്കാ? അല്ല എനിക്ക് ഉണ്ടായിരുന്നു. എക്സ് ഹസ്ബൻഡില് ഉണ്ട് എക്സ് ഹസ്ബൻഡിലുണ്ട്. അപ്പോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. ഇതാണ് എന്റെ വീട്, കെട്ടിച്ചു കൊടുത്ത അതാണ് വീട്. അവിടെ പോയി അവര് പറയും, ഏയ് നീ അന്യ വീട്ടിൽ നിന്ന് വന്നല്ലേ, ഇവിടെ ഞാൻ സ്വന്തം എന്റെ സ്വന്തം ഗോൾഡും വെച്ചിട്ട് ഞാനൊരു വീട് കെട്ടി അവിടെ ഞാൻ ഇരുന്നാലും ഇത് കെട്ടിയവന്റെ വീടാ, അത് നിന്റെ വീടാവൂല. അപ്പൊ നിങ്ങൾ സ്വർണവും ഇപ്പൊ കൊടുത്ത് നിങ്ങളുടെ കെട്ടിയവന് ഒരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേരിൽ ആ പ്രോപ്പർട്ടിയുടെ പകുതിയെങ്കിലും ഷെയർ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് അത് അങ്ങനെ നമ്മുടെ സ്വർണം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ ഒരാളും ഒരുപാട് കാലത്തേക്കൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും കാശിന്റെ കാര്യത്തിൽ കണക്ക് വെക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് പറയുന്നു. പിന്നെ ഈ വക വീട്ടിലുണ്ടാവുന്ന ഇഷ്യൂസിന്റെ കാര്യം പറഞ്ഞല്ലേ, വീട്ടുകാരെ തള്ളിവിടുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഇതുപോലെയുള്ള എല്ലാ വീട്ടിലും മന്ത്ലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months വൺസ് എങ്കിലും എല്ലാ വീട്ടിലും ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിക്ക് പ്രശ്നങ്ങൾ അറിയിക്കാം. ഇതുപോലെ പ്രശ്നക്കാരികളായിട്ടുള്ള എന്റെ അമ്മായിമ്മയൊക്കെ വൻ പ്രശ്നക്കാരിയാണ്. ഇതുപോലെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഭയങ്കര പ്രശ്നക്കാരിയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഈ കുരുത്തം കെട്ട അമ്മായിമ്മമാരെയൊക്കെ നമുക്കൊരു പരിധി വരെ നിയമത്തിന്റെ ഒരു പേരും പറഞ്ഞിട്ട് ഒതുക്കാനായിട്ട് കഴിയും. നിങ്ങൾ പണ്ട് കാലം ജീവിച്ച പോലെ അല്ല ഇപ്പൊ നമുക്ക് ജീവിക്കണം. നിങ്ങൾ ജീവിച്ച ജീവിതം നമുക്ക് വേണ്ട, നമുക്ക് പുതിയ ജീവിതം വേണം. അപ്പൊ ഞങ്ങൾ ഈ ജനറേഷനിലെ പിള്ളേരാണ്. അപ്പൊ പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ പണ്ട് കാലത്ത് ക്രൂരതയും പീഡനവും ഒക്കെ വാങ്ങിയും പട്ടിപ്പണി എടുത്തും കരഞ്ഞു ഇങ്ങനെയൊക്കെ ജീവിച്ചവരായിരിക്കും. ഇപ്പോഴും അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും. വെറുതെ എന്റെ ഒരു അനുഭവം പറയാം. എന്റെ അമ്മായിമ്മ വെറുതെ സിറ്റ് ഔട്ടിൽ ഇരിക്കുവായിരുന്നു. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കറിയാൻ തുടങ്ങും. ആലോചിക്കണമായിരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വീട്ടിലാരില്ല, ഞാൻ അടുക്കളയിൽ ഇരിക്കും. ഈ പൊട്ടിക്കരച്ചിൽ കണ്ട് ഞാൻ എന്തെങ്കിലും വീണോ എടുത്തോന്ന് കൊണ്ട് പോവായിരിക്കും. അപ്പൊ വെറുതെ കരയുന്നുണ്ടാവും. പഴയ കാര്യങ്ങൾ ആലോചിച്ച് കരയുന്ന നാട്ടുകാർ വിചാരിക്കില്ലേ ഞാന് ഞാനിവിടെ വന്നിട്ട് എന്തിനാ കരയുന്ന ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും മക്കളൊക്കെ വരും. നമ്മൾ ചിലപ്പോ ഫുഡ് നമ്മൾ ടേബിൾ വെക്കുമ്പോ ശബ്ദം കേട്ടിട്ടുണ്ടാവും, വലിച്ചെറിഞ്ഞു എന്ന് പറയും. ഒരു പാത്രം നമുക്ക് ഒരു ടേബിൾ വെക്കുമ്പോ ശബ്ദം കേൾക്കാതെ വെക്കാനായിട്ട് കഴിയില്ല. എനിക്ക് വലിച്ചെറിഞ്ഞു തരിക. ആ ജാതിക്ക് ഒരു ഇടക്കിട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്റെ ഒരു എക്സ് അമ്മായിമ്മ. എനിക്കതൊന്ന് ആലോചിച്ച് നോക്കാൻ വയ്യ. ഞാനിപ്പോ ഐ വാസ് ലൈക്ക് എന്താ ഇവിടെ നടക്കുന്നത്, ബാക്കിയുള്ളവരൊന്ന് ഇവരുടെ അടുത്ത് എന്താ പറയണ്ടേ, എന്തിനാ കരയുന്ന ഞാൻ ചോദിക്കുമ്പോ എന്റെ അടുത്തൊന്നും പറയുന്നില്ല. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത് റിയാക്ഷൻ അങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓവർകം ചെയ്തു. ഇനി ആ ഒരു നരകത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത 0.000 ആണെങ്കിലും വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുന്ന അമ്മായിമ്മമാരാണ്. പൊന്ന അമ്മായിമ്മമാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു പാഠമാണ് പഠിക്കേണ്ടത്. അടുത്ത ജനറേഷൻ നിങ്ങൾ ആ ട്രോമ കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ പലരും അത് പേരിട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, അയാൾ സൗദിയിലാണ്, നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ നയിച്ചതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആ ഒരു വേദന കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മരുമക്കൾക്ക് ആ ഒരു വേദന കൊടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ എനിക്കോ ഇരിക്കാൻ പറ്റില്ല നീയോ ഇരിക്കേണ്ട എന്നുള്ള ഒരു അതൊക്കെ നിങ്ങൾ മാറണം. നിങ്ങളൊക്കെ ഒരുപാട് എന്തു പറയാ, ഞാനിങ്ങനെ സോപ്പിടാൻ പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾ അതൊക്കെ മാറ്റണ്ടേ. നിങ്ങൾക്ക് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ആൾക്ക് അത് നമ്മൾ ആ ട്രോമ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ഇവര് അമ്മായിമ്മമാര് വിചാരിച്ചാൽ തന്നെ എത്രയോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പോകും. പക്ഷെ വിചാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. വിചാരിക്കാന്നുണ്ടെങ്കിൽ ഈ മതത്തിന്റെ ആ വേലിന്ന് പുറത്തു വരണ്ടേ. അത് വരാൻ പറ്റില്ലല്ലോ. നമുക്കതൊക്കെ ഹറാമല്ലേ. നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കില്ലല്ലോ, നമ്മൾ മത അടിമകളല്ലേ. അതെ, ഇപ്പോഴും നമ്മുടെ ഇവിടെ ശൈശവവിവാഹം നടക്കുന്നുണ്ട്. കാസർഗോഡ് ഉണ്ട്, മലപ്പുറത്തുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്ത് ഇന്ത്യയുടെ നിയമമാണ് ഇവർ വെച്ച് പുലർത്തേണ്ടത്. അതിനിടയ്ക്ക് ഒരു മുസ്ലിംസിന്റെ നിയമം വെച്ചത് എങ്ങനെയാ ശരിയാവാം? ഇനി ഇതല്ല, ഇതിന്റെ അപ്പുറം നമ്മൾ കണ്ടുവരും. നമുക്ക് ഇപ്പൊ മുസ്ലിം ലീഗ് ജയിച്ച സമയത്ത് ആടിന്റെ തല വെട്ടിയിട്ട് ഈ നോർത്തില് മനുഷ്യന്റെ മൃതദേഹത്തിനോട് അനാസ്ഥ കാണിച്ചു, അല്ലെങ്കിൽ നോർത്തില് ബീഫ് കഴിച്ചതിന്റെ പേരിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ എന്താ ചെയ്ത്?
നിങ്ങൾ ബലി കൊടുക്കുക. അതെ. ഈ ബലി കൊടുക്കൽ എന്നുള്ള ചടങ്ങ് തന്നെ ഇതൊക്കെ മാറ്റേണ്ട നിയമങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. ഈ നിങ്ങൾ മാംസം ഭക്ഷിക്കുന്നതല്ല, പെരുന്നാൾക്ക് കുർബാൻ കൊടുക്കുക എന്നുള്ള പേരിൽ നിങ്ങൾ ഈ ചെയ്യുന്ന മൃഗങ്ങളെ കൊല്ലുന്ന പരിപാടി, ബലി കൊടുക്കൽ ഇതൊക്കെ മാറ്റണം. ഈ തലയും കൊണ്ടാണ് ഈ എന്തൊരു എത്ര ക്രൂരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ വല്ല നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായി ശരിക്കും മൃഗസംരക്ഷണം ആ ഒരു ആക്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ കേസ് എടുക്കാവുന്ന ആരും എടുത്തിട്ടില്ല. കാരണം സതീശൻ വരെ വി.ഡി. സതീശൻ പ്രീണനത്തിന്റെ അങ്ങേയറ്റത്താണല്ലോ. പുള്ളി വരെ ഈ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും കയ്യിലെ പന്താണ്. അതെ, ഇങ്ങോട്ട് തട്ടും അങ്ങോട്ട് തട്ടും. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അതായത് ഈ ഇലക്ഷന് കുറച്ചു മാസം മുന്നെയാന്ന് തോന്നുന്നു, പ്രവാചകന്റെ ഒരു ഏറ്റവും വലിയ ട്രോളോട് വന്നിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ. ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ പ്രവാചകൻ എഴുതി വെച്ചിരുന്നു. വായിച്ചിട്ടുണ്ടോ അതുപോലെ? ഉണ്ട്. അത് ഭൂമി പരന്നാണെന്നാണ് ഹദീസും ഖുർആനൊക്കെ പറയുന്നത്. പരന്ന ഒരു സംഭവമാണെന്നുള്ളതാണ്, അല്ലാണ്ട് ഉരുണ്ടെന്നൊന്നും എവിടെയും പറയുന്നില്ല. അതൊക്കെ അങ്ങ് ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടുത്തം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു കഥ മെനയും. നമ്മളിവിടെ നമ്മുടെ മറ്റേ പടിപ്പുരയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ എങ്ങനെ നമ്മുടെ മതത്തിലേക്ക് ആക്കാം എന്നുള്ള ആ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ സംഭവം ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇവര് പെടപാട് വിട്ടിട്ട് അതൊക്കെ ഞങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ട് കണ്ടോ, നമ്മുടെ ഖുറാനിൽ കാലങ്ങൾക്ക് മുന്നേ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. ഖുറാനിൽ കുറെ തീവ്രവാദവും പിന്നെ കുറെ പെണ്ണുപിടിയും പിന്നെ കുറെ പൊക്കല് എസ്പിയടി സ്വയം പൊക്കൽ പരിപാടി, ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. പിന്നെ ഈവൻ നമ്മള് ഈ ചേലാകർമ്മ ഒക്കെ ഇല്ലേ, സുന്നത്ത് പല ഹദീസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എന്താ വെച്ചാല് പ്രവാചകന് ഫോസ്കിൻ ഇല്ലാതെയാണ് പുള്ളി ജനിച്ചെന്നുള്ളതാണ്. അതില്ലാതെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രോഗമാണ്, രോഗാവസ്ഥയാണ്. അതുകൊണ്ട് പക്ഷെ അതാണോ ഈ സുന്നത്തിന്റെ പിന്നിലെ കഥ? അങ്ങനെയാണ് ഇവർ പറയുന്നത്. പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇത് നമ്മൾ ജൂതമതത്തിൽ നിന്ന് ചൂണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ജൂതമതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ജൂതമതത്തിലൊരു അതെ, ഇത് ഈ ഫോസ്കിനില്ലാതെ ജനിക്കുക എന്ന് പറയുന്നത് അപ്പോസ്തിയ എന്നുള്ളൊരു റയർ ആയിട്ടുള്ള ഒരു കോൺജൻഷ്യൽ condition. Yeah, ഇതിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തിയ വെരി റയർ കോൺജനീറ്റൽ കണ്ടീഷൻ ഇൻ വിച്ച് എ മെയിൽ ഈസ് ബോൺ വിത്തൗട്ട് എ ഫോസ്കിൻ. നീ ഒരു രോഗിയാ, അല്ലെങ്കിൽ നീ ഒരു രോഗാവസ്ഥയുള്ള ഒരുത്തനാ, അങ്ങനെ ജനിച്ച ഒരാളാണ് നിങ്ങൾ പ്രവാചകൻ. പലരും പല ഹദീസുകളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് എനിക്കോ ഫോസ്കിൻ ഇല്ല എന്നാ പിന്നെ ആർക്കും വേണ്ട. അതെ, ഇതില് വേറൊരു ക്രൂരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സംഭവം ഇവര് സ്ത്രീകൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ചേലാകർമ്മം ഉണ്ടായിരുന്നു. അത് ഇപ്പോ നമ്മുടെ നിയമപ്രകാരം അതൊക്കെ തെറ്റാണ്. അത് ഇപ്പൊ നമ്മൾ ഇതാക്കാൻ പാടില്ല എന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ചേലാകർമ്മം ചെയ്തിട്ടുള്ള നാട്ടിൽ എത്ര കേസുകളുണ്ട്? കേരളത്തിൽ ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകളുടെ ചേലാകർമ്മം. സ്ത്രീകൾക്ക് എന്ത് ചേലാകർമ്മം ചെയ്യാനാണ്? അല്ല, സീരിയസ്ലി പോസിബിൾ ആയിട്ട് ചിന്തിക്കുമ്പോ ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, ഷജില ഒരു സ്ത്രീയാണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് എന്താ ഉള്ളേന്നുള്ള അറിയാം. അതിൽ എന്ത് ചേലാകർമ്മം ചെയ്യാനാണ്? ബിക്കോസ് ഇവർക്ക് ഫോസ്കിൻ ഉള്ളത് പോലെ തന്നെ വുമൺ വജൈനയിലുള്ള സ്കിൻ ലൈക്ക് നമ്മുടെ അത് റിമൂവ് ചെയ്യലും കട്ട് ചെയ്ത് കളയലുമാണ്. ഐ തിങ്ക് ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെയാണോ അതോ? കുഞ്ഞുപ്രായത്തിലും ഉണ്ട്, വിവാഹം കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുണ്ട്. നൈജീരിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റീസെന്റ്. കേരളത്തിൽ നടന്നിട്ടുണ്ട്, അതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒന്നാമത് ഈ ചേലാകർമ്മം തന്നെ തെറ്റാണ്. പക്ഷെ ഈവൻ പുരുഷന്മാർക്ക് ചെയ്യുന്നു. അതൊരു സയൻസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും രോഗാവസ്ഥ വരുമ്പോൾ ചെയ്യുന്നോട് തെറ്റില്ല എന്നാണ്. അല്ലാതെ അതെല്ലാവരും ചെയ്യണം എന്നൊരിക്കലും സയൻസ് പറയുന്നില്ല. അത് ഇന്നൊരു രോഗം അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് ഒരു എന്തെങ്കിലും അപകടം പറ്റുകയോ അവിടെ മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ അലർജി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് സയൻസ് പറയുന്നത്. അല്ലാതെ എല്ലാവരും അത് ചെയ്തിട്ട് നടക്കണം എന്നല്ല, അല്ലെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നല്ലതാണെന്നും അല്ല. ഈവൻ അത് സ്ത്രീകളും ചെയ്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിലും. ഇത്രയും ക്രൂരത ചെയ്തിട്ടാണോ നിങ്ങൾ സമാധാന മതം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ പറയുന്ന റെഫറൻസ് വെച്ചിട്ടാണ്. റെഫറൻസ് ഇല്ലാതെ നമ്മളിവിടെ ഒരു പരിപാടിക്കും ചെയ്യുന്നില്ല. സ്ത്രീകൾക്ക് ചേലാകർമ്മം ഉണ്ടായിരുന്നു, അത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ഇന്നും ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആർക്കില്ല എന്ന് പറയാൻ പറ്റില്ല.
ഇതാണ് സമാധാന മതം എന്നുള്ള പേര്. സമാധാന മതക്കാരാണ് അവര്. അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഈ മദ്രസയില് കാഫിർ, മുസ്ലിങ്ങളെല്ലാം കാഫിർ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അതെ, എന്തുകൊണ്ട് അങ്ങനെ കാഫിർ എന്ന് വിളിക്കപ്പെടുന്നത്? അതായത് ഇസ്ലാം മതം ഫോളോ ചെയ്യാത്ത ആളുകൾ അവരെ കാഫിറാണ്. അപ്പോ താൻ കാഫിറാണ്. അതെ അതെ, ക്യാമറാമാൻ ചേട്ടൻ കാഫറാണ്. അതെ, ഇവരൊക്കെ കാഫറാണ്. അത് എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ പെടാത്തവൻ. ഓക്കെ, ഞങ്ങളിൽ പെടാത്തവനാണ് ഈ കാഫർ. അതായത് ഞങ്ങളാരാ? ഞമ്മന്റെ ആൾക്കാര്, നമ്മുടെ മതത്തിലുള്ള ആളുകൾ കാഫറുകൾ എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥർ, വേറെ മതത്തെ ഫോളോ ചെയ്യുന്നവര്. അപ്പോ ഇതുപോലെ ഹദീസുണ്ട്, ഖുർആനുള്ള ഹദീസിലുണ്ട് അന്യമതസ്ഥനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു സംഭവം. അതിന്റെ സാഹചര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. അതായത് എങ്ങനെയാണ് സാഹചര്യങ്ങള്? അന്യമതസ്ഥനോട് ആദ്യം പോയിട്ട് അവനെ മതം സ്വീകരിക്കാൻ പറയണം. ഇസ്ലാമില് മറ്റൊരാള് നമ്മുടെ മതത്തില്, ഇപ്പൊ ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന, ഞാൻ ഇസ്ലാം മതത്തില് വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. മറ്റൊരാളെ ഞാൻ ഇസ്ലാമിലേക്ക്, മറ്റൊരു പുരുഷനോ സ്ത്രീയോ ഇസ്ലാമിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും, എനിക്ക് സ്വർഗം കിട്ടും. ഇസ്ലാമിക് ഗ്രൂപ്പിലേക്ക്, ടെററിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കലാണല്ലോ. അപ്പൊ എനിക്ക് പുണ്യം കിട്ടും. നമുക്ക് പിന്നെ ഒന്നും ഇല്ല. നമ്മൾ സ്ത്രീയുടെ ജനിച്ചതുകൊണ്ട് അന്നും ഇന്നും എന്നും ഇവരെ കണ്ടിട്ട് നമുക്ക് ജീവിക്കണം. അപ്പൊ നമുക്ക് അതൊന്നും ഇല്ല. അപ്പൊ ഈ ഒരാളെ ചേർക്കണം. അപ്പൊ നമുക്ക് ഈ മുസ്ലിം ലീഗിലേക്ക് പോകാനുള്ള സ്വർഗത്തിലെ ഏണി റെഡിയാവുന്ന പോലെ എസ്കലേറ്റർ, സ്വർഗത്തിലേക്കുള്ള എസ്കലേറ്റർ മുസ്ലിം ലീഗിൽ ചേർന്നത് കൊണ്ടാണ്. അതുപോലെ ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് ആളുകളെ ചേർക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള എസ്കലേറ്റർ ഒക്കെ റെഡിയാവും. അപ്പോൾ ആളെ ചേർക്കുമ്പോൾ ഇയാൾ പറയാണ് പറ്റില്ല എന്ന്. അപ്പൊ അയാളെ വരട്ടി നോക്കണം. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അയാളെ കൊല്ലണം എന്നാണ്. എയിം എന്ന് പറയുന്നത് ഇയാളെ ചേർക്കണം, ഇയാളെ മാറ്റി ചേർക്കണം. അയാൾ ചേർന്നില്ലാന്നുണ്ടെങ്കിൽ അയാളെ തട്ടിക്കളയാ. ഒന്ന് മരിക്കുക, അല്ലെങ്കിൽ മതത്തിലേക്ക് ചേരുക. അപ്പൊ ഏതാ നമ്മള് ചൂസ് ചെയ്യാ? മതത്തിലേക്ക് ചേരാം. ജീവൻ വേണം, ഞാൻ മതത്തിലേക്ക് ചേർന്നോളാം, ഒന്നും ചെയ്യണ്ട, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒന്ന് ചേർന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആളെ കൂട്ടി ചരിത്രങ്ങൾ ഇസ്ലാമിനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ അതങ്ങനെ. ഇപ്പൊ ഈ വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന ഏറെ ഇസ്ലാമല്ലേ. ഇപ്പൊ നൈജീരിയ തന്നെ പറഞ്ഞു, ബൊക്ക ഹറാം എന്നുള്ള തീവ്രവാദ സംഘടനയൊക്കെ അവിടെ കന്ന് കാണിക്കുന്ന കാട്ടായമുണ്ട്. ഇപ്പൊ അതിലൊരു ഗർഭിണിയായ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗർഭിണിയാണ് എന്ന് പോലും പരിഗണിക്കാതെ വന്ന് റേപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല, പക്ഷെ വായിച്ചവരിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അമുസ്ലിങ്ങളായ സ്ത്രീകളെ എങ്ങനെ റേപ്പ് ചെയ്യണമെന്ന് പോലും അതിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ? അമുസ്ലിമായിട്ടുള്ള സ്ത്രീകൾ പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഹദീസുകൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ നമുക്ക് ഇത് വീര്യമില്ലാത്തവ, നിർവീര്യമാക്കപ്പെട്ടവ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളയിലാണ് പതിവ്. ഇതിപ്പോഴും എന്താ അവര് പറയുന്നില്ല, എന്താ തെറ്റ്? അവര് തീവ്രവാദ സംഘടനകൾ അങ്ങനെ ചെയ്യുന്നു, അതിലെന്താ തെറ്റ്? അവരത് ചെയ്യണമല്ലോ, അങ്ങനെയുള്ള നമ്മുടെ മതം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ ഇന്ത്യയിലും ഉള്ള മുസ്ലിമുകൾ, നിങ്ങളുടെ മതത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് താലിബാനിൽ പോവാം. നിങ്ങളുടെ മതം അവിടെയാണുള്ളത്. നിങ്ങളുടെ എക്സാക്ട് മതവും നിങ്ങൾക്ക് എക്സാക്ട് ഒരു വിശ്വാസവും അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താലിബാനിൽ പോവാ, അഫ്ഗാനിസ്ഥാനിൽ പോവാ, ഇവിടെയൊക്കെ പോയാൽ മതി. ഇറാൻ, ഇതൊക്കെയാണ് നിങ്ങൾ പോയി ജീവിക്കേണ്ട സ്ഥലം. അല്ലാതെ ഇവിടെ ജനാധിപത്യ രീതിക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വന്നിട്ട് ഈ വക ജിമ്മും ഈ വക ഒരു പ്രത്യേകം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രത്യേക തരം അവകാശങ്ങൾ, സംരക്ഷണങ്ങൾ, ഇതൊന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് പൊയ്ക്കോളാം. ഇവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം മര്യാദയ്ക്ക് ജീവിക്കുക. അതല്ല നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആ നിയമം വേണം, ഈ നിയമം വേണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ വേണമെങ്കിൽ ഒരു ഇപ്പൊ റഹീമിനെ കൊണ്ടുവന്ന പോലെ നമ്മളൊരു ബ്ലഡ് മണി എന്നുള്ള പോലെ സെന്റ് മണി എന്നുള്ള നമ്മുടെ പാകിസ്ഥാനിലെ ഏതോ ഒരു ആള് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും പണ്ട് വിഭജിച്ച സമയത്ത് നമുക്ക് ആ കഥകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോയി, കുറച്ചുപേര് ഇവിടെ ഇരുന്നു. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വർഗീയത പറയുന്ന ആളുകളൊക്കെ പാകിസ്ഥാൻ മുസ്ലിം അല്ല, മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളാണ്. അപ്പൊ ഈ ഒരു പാകിസ്ഥാൻ ചോ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എന്റെ ബ്ലഡ് ലൈനിലുണ്ട്, എനിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു മിക്സ്ഡ് ആണ്. എന്റെ ഫാദർ വന്നിട്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോ അച്ഛനെ കൺവേർട്ട് ചെയ്യിപ്പിച്ചതാ, കൺവേർട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ഇത് ചെയ്തതാ.
അങ്ങനെ പുള്ളിനെ കൺവേർട്ട് ചെയ്തു. എന്റെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ വേറൊന്നും പറയുന്നില്ല. എനിക്ക് വീട്ടിൽ പോകേണ്ടതാ. അപ്പൊ വേണ്ട വേണ്ട. അപ്പൊ ആള് കൺവേർട്ട് ചെയ്യിപ്പിച്ച് ഈ കൺവേർട്ട് ചെയ്യിപ്പിച്ച ഒരാള് ഒരുപാട് കാലം ഈ സ്വതന്ത്രമായിട്ട് ജീവിച്ച ഒരുത്തനെ നമ്മളൊരു തറങ്കല്ലിൽ ഇടുന്ന പോലെ ഇടുമ്പോൾ ഇയാളെ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ സാധ്യത മുന്നിൽ കണ്ട് എന്റെ ഉമ്മാനെ പിടിച്ച് കെട്ടിച്ചു വെച്ചു. ഒരു അച്ഛനും അമ്മയും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരാളെ എന്റെ ഉമ്മാനെ കെട്ടിച്ച് അങ്ങനെ ഉണ്ടായ ഒരു മക്കളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക്, എനിക്കും എന്റെ അനിയത്തിക്കും ആയിക്കോട്ടെ, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാദറിന്റെ ഫാമിലി സപ്പോർട്ട് ഇല്ല. കാരണം പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കല്ലേ. അതെ. അപ്പോൾ ഇത് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളെ, എനിക്ക് എത്രത്തോളം സുരക്ഷയുണ്ട് എന്നുള്ളത് എന്റെ ഫാദർ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതിൽ ഇരിക്കുന്നു. അതെ. എന്റെ ഫാദർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എന്റെ സുരക്ഷ അവിടെ കൂടുതലായിരിക്കും. എന്റെ ഫാദർ ഒരു പാവം, കുടുംബമൊന്നും ഇല്ലാത്ത, ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാവുന്ന ആളുകൾ തന്നെ. അതെ, ബലഹീനരായിട്ടുള്ള ആളുകൾ. എക്സാക്ട്ലി. എന്റെ ചെറുപ്പകാലം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് വല്ലതും പറഞ്ഞാലും വീട്ടിൽ പോയി പറയാൻ പേടിയാ. അയ്യോ, ഇതൊക്കെ നമ്മളിങ്ങനെ. പക്ഷെ ഇപ്പോ ആസ് എ മദർ ഞാൻ എന്റെ മകളെ അങ്ങനെയല്ല വളർത്തുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് പറയാം. ഇപ്പൊ അമ്മയോട് പറയും, അല്ലെങ്കിൽ അമ്മ അറിഞ്ഞ പ്രശ്നമാണ്, അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം മക്കളിലേക്ക് എത്തിക്കാം. നമ്മുടെ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പാരന്റ്സ് പറഞ്ഞ പ്രശ്നമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഒരാൾ നമ്മുടെ മക്കളെ ഭീഷണിപ്പെടുത്താണ്, ഇപ്പൊ ഒരു വീഡിയോസ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇവര് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും ഒരു പാരന്റും നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തൊരു പാരന്റ് ഇല്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുത്തോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ടോ അല്ലാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇടാനായിട്ട് പറ്റും, ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അന്ന് അതൊന്നും ഇല്ലെങ്കിലും ഇതെല്ലാം പാരന്റിനോട് പറയാം. എന്നിട്ടും ഒരു ആക്ഷൻ എടുക്കാത്തൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ അതൊരു പ്രശ്നമാകുമ്പോൾ ഈ പാരന്റിനെയാണ് ആദ്യം എടുത്ത് അകത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം വരണം. ഇപ്പൊ ഞാൻ പണ്ടൊക്കെ മദ്രസയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തല്ലുമ്പോൾ നമ്മളെ തല്ലി മദ്രസയ്ക്കൊക്കെ ഉണ്ട്. അത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഇന്ന് ഉസ്താദ് ബാറ്റ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല ഒന്നാമത്. പിന്നെ ആകെ അമ്മയുടെ എന്റെ ഫാദർ അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മനുഷ്യനൊന്നുമല്ല. ആള് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഇരുന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ കൂടെയാണ് എങ്കിൽ പോലും സത്യമായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഒരു ഫാദറിന്റെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. കാരണം ഈ പുള്ളിക്കാരനൊരു വൈബ് മനുഷ്യന്. ഞാൻ ഒരിക്കലും ഒരു രൂപമില്ലാത്ത മനുഷ്യൻ അങ്ങനെയുള്ള രീതിക്ക് ഞാൻ പറയില്ല. യാത്രയിലായിരുന്നു ആള്. ഞാനും ആ ഒരു ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോ ഒരു വൈബ് മനുഷ്യനാണ് പുള്ളി. ഇങ്ങനെ യാത്ര ചെയ്യും, എപ്പോഴെങ്കിലും വരും, ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും പോകും. അപ്പൊ ഇങ്ങനെ ആയപ്പോ ഇപ്പോ പൊതുവെ സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും നമുക്ക് ഫാദറിന്റെ സപ്പോർട്ട് കുറവാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ അവരെ ഇമോഷണലി വളനറബിൾ ആയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻസ് ചൂഷണം ചെയ്യാൻ ആളുകൾ കൂടുതലായിട്ടും ശ്രമിക്കും. ഈ കബയിൽ നേരത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മുഹമ്മദ് നബിയുടെ വരവോട് കൂടിയിട്ടാണ് അവിടെ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച് കളഞ്ഞതെന്നുള്ളത്. ഇതൊന്ന് പറയാമോ? ഇത് വിഗ്രഹ ആരാധന ഉണ്ടായിരുന്നു. ലൈക്ക് ഈ വിഗ്രഹങ്ങൾ നശിച്ചു എന്നോ പൊട്ടിപ്പോയി എന്നോ മുഹമ്മദ് ജനിച്ചപ്പോ അങ്ങനെയൊക്കെ പറയുന്നു. എനിക്ക് എക്സാക്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് അന്വേഷിക്കാം. എന്റെ സോഴ്സിനോട് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ വലിയൊരു ഉണ്ട്, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയില്ല. ഞാൻ കാണുന്നത് കഅബ തന്നെ ഒരു വിഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അല്ല അമ്പലത്തിന്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ, കഅബയുടെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആ കഅബനെ ചുംബിക്കാനും കഅബനെ തൊടാനും ഇവന്മാരെ എന്താ കടന്ന് എന്ത് കാണിച്ചു കൂട്ടുന്നറിയോ? പ്രഹസനമാണ്. എന്നിട്ട് ഇവരാണ് അമ്പലത്തില് സൃഷ്ടിയും അമ്പലത്തിൽ കൊടുക്കുന്ന വെള്ളവും തീർത്ഥത്തിനെയൊക്കെ കുറ്റം പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഈ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതിന് ചുറ്റും എന്തിനാ നടക്കുന്ന, അമ്പലത്തിൽ നടക്കുന്ന പോലെ. അതൊക്കെ ഹിന്ദുക്കളുടെ ആചാരം. ഇത് പിന്നെ ഈ ചേലാകർമ്മം ദൈവത്തിന് വേണ്ടി ഈ മറ്റേ എന്താ പറയാ ജൂതമതത്തിലെ ഒരു വ്യക്തി ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സാക്ട് നെയിം അറിയില്ല. ജൂതമതത്തില് ചെയ്തിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്. ഫോസ്കിന് റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ആ സാധനത്തിന് മുഹമ്മദ് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തത്. മാക്സിമം നിങ്ങളൊരു ബൈബിളോ അല്ലെങ്കിൽ
ജൂതന്മാരുടെ അവരുടെ ആ ഒരു ഗ്രന്ഥങ്ങളോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ബൈബിളിലെ ക്യാരക്ടേഴ്സ് തന്നെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ട്. അതെ, അതെന്താ അങ്ങനെ? അവിടെ ഇപ്പൊ ഞാനൊരു തിരക്കഥ മോഷ്ടിച്ചു, അതിന്റെ ബാക്കി കഥ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഇൻസ്പയർഡ് ആണല്ലേ? ഇൻസ്പയർഡ് ആണ്. അത് കോപ്പിറൈറ്റ് ഇവരെല്ലാം പറയുന്നുണ്ട് ഈസാ നമ്മുടെ ഈ യേശു ക്രിസ്തു നമ്മുടെ ഈസാ നബി ആണെന്ന് പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയും, ഒരു മുസ്ലിമും പറയില്ല. അതൊക്കെ നമ്മുടെ ഈസാ നബീനെയാണ് അവരങ്ങനെ പറയണത്. അപ്പൊ ബൈബിൾ അവിടം വരെ കോപ്പി അടിച്ചു. പിന്നെ വേറെ ഏതൊക്കെ ബുക്ക് പുസ്തകങ്ങൾ മേരിയുടെ ക്യാരക്ടർ ഒക്കെ ഇതിലുണ്ടെന്നൊക്കെ പറയുന്നത്. മേരിയുടെ ക്യാരക്ടർ ഒക്കെ ഇതിലുണ്ട്. ആദം ഹവ്വ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ആദ്യത്തെ ദൈവം മണ്ണിൽ നിന്ന് ആദത്തിനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് ആദത്തിനെ സൃഷ്ടിച്ചു. ദൈവം അപ്പോഴേക്കും ടയർഡായി. ഇനി അടുത്ത സൃഷ്ടിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് കുഴച്ചിനെ ഉണ്ടാക്കാനും വയ്യ. അപ്പൊ ആദമിന്റെ വാരിയിലെടുത്തിട്ട് ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു. അങ്ങനെ പുരുഷന്മാരുടെ അടിമയാവാൻ സ്ത്രീകൾ രൂപം കൊള്ളുകയാണ്. കോമഡിയാണ്. മണ്ണ് ഉരുട്ടിയിട്ടാണ് ഒരു വേറൊരു ഇതെന്താന്നറിയോ, ഉരുട്ടുന്ന സമയത്ത് ഒരു മഴ പെയ്തില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. എന്താ വെച്ചാല് ഒരുത്തരിന്റെ അടുത്ത് കമന്റിൽ വന്നിട്ട് പറയാ, നമ്മളുടെ മനുഷ്യന്റെ സ്കിന്നും ഈ സംഭവങ്ങളൊക്കെ മാംസം അത് കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ മണ്ണെന്ന മൂലകം കാണുന്നു. അല്ല, പറയാൻ പറ്റില്ല. ചന്ദ്രനെ പിളർത്തി പറഞ്ഞാലേ ഇതല്ല. ഇതിന്റെ അപ്പുറം പറയും, ഞങ്ങള് എന്നിട്ട് ഗ്രൂപ്പിലെ വിളിച്ച് പറയടാ, മണ്ണ് മൂല കാണുന്ന കമന്റ് ഇട്ടിരിക്കുന്നത് നീ ഒന്ന് നോക്കിയത്. ഓൻ അവിടെ കയറി അവരുണ്ടായി കമന്റ്. അപ്പോഴേക്ക് അവൻ കമന്റ് ഡിലീറ്റ് ചെയ്തു. മണ്ണ് മൂലകമാണ്. മണ്ണ് ഈ ചന്ദ്രനെ പിളർത്തി കൂട്ടിച്ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും കൂടുതലും പറയണ തന്നെയാണോ? ഇത് കണ്ട എക്സിബിഷനിൽ ഒരു കുട്ടികള് ആദ്യമായിട്ട് ഒരു കുട്ടിയാണ് ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചന്ദ്രനെ പിളർത്തി അള്ളാഹുവിനെ ഒട്ടിച്ചു വച്ചേക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഓൾറെഡി എയറിലാണ് ഈ പിള്ളേരായിട്ട് ഒരു എക്സിബിഷൻ വെച്ച് ഇതിന് ഈ എയറിന്ന് ഇങ്ങനെ ബഹിരാകാശത്തിലേക്ക് കയറി ഇനി വയ്യ, വിയർപ്പ് അങ്ങനെ മുട്ടി നിൽക്കാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും മുട്ടാനില്ല, ശ്വാസം മുട്ടി ചാവുന്ന അവസ്ഥയിൽ നിൽക്കാണ് ഇവര്. നമുക്കൊരു ഊക്കലൊക്കെ ഇനി ഒരു കുറയ്ക്കാം, അതാണ് നല്ലത്. എനിക്ക് ചിരിക്കാൻ വയ്യ ഇത് പറയാ. ഈ ഒരു ചന്ദ്രനെ പിളർത്തിയ സംഭവം കേരളത്തിൽ നിന്ന് ഒരാൾ കണ്ടിട്ടുണ്ട്. ഈ ചേർമൽ ജുമാ മസ്ജിദൊക്കെ ചെറമൽ രാജവംശത്തിലെ ഒരു കണ്ടതാണെന്ന് പറഞ്ഞു. പുള്ളി കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് അറേബ്യയിൽ പോയിട്ടുള്ള സഞ്ചാരികളെ തിരിച്ചു വരുമ്പോ ഇങ്ങനെയൊരു സംഭവമൊക്കെ പണ്ട് ഉണ്ടായി, മുഹമ്മദ് എന്നൊരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് അങ്ങനെ പറഞ്ഞ് നമ്മള് ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എക്സാക്ട് ഈ ക്യാരക്ടേഴ്സിനെ